കേരളം ആര് ഭരിക്കണമെന്ന് വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ. വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് വിധി നിർണ്ണയിക്കുന്നത് 2,72,00,000 വോട്ടർമാർ. സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണത്തിൽ. പാലക്കാട് ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ വോട്ടിന് കോഴ ആരോപണം. വോട്ടർമാർക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. പെരുമാറ്റച്ചട്ട ലംഘനം നടന്നോ എന്ന് പരിശോധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പണം കൈപ്പറ്റിയില്ലെന്നാണ് വയോധികയുടെ മൊഴിയെന്ന് കളക്ടർ. കൂടുതൽ അന്വേഷണം ആവശ്യമെന്നും വിശദീകരണം. ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എന്റെ കാറിന്റെ പിറകിൽ ഫോളോ ചെയ്യാൻ, മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? ആരാണ് ഏൽപ്പിച്ചത്? ഞാൻ കാണാത്ത ഒരു സ്ത്രീ, എന്റെ കൂടെ യാത്ര ചെയ്യാത്ത ഒരു സ്ത്രീ. വോട്ടിന് പണം നൽകിയെന്ന ആരോപണം ഗൂഢാലോചനയെന്ന് ശോഭാ സുരേന്ദ്രൻ. ദൃശ്യങ്ങളിൽ കാണുന്ന സ്ത്രീ തന്റെ കാറിൽ കയറിയിട്ടില്ല. കാറിൽ ഒരു സംഘം പിന്തുടർന്നു. കാറിലുണ്ടായിരുന്ന ആൾ അശ്ലീല ചുവയോടെ ആംഗ്യം കാണിച്ചതിനാലാണ് ചോദ്യം ചെയ്തതെന്നും ശോഭ. ശോഭാ സുരേന്ദ്രന്റെ വാദങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പൈസ നൽകിയ സ്ത്രീ ശോഭയുടെ കാറിലിരിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. അതേ സ്ത്രീ പാലക്കാട് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയും പുറത്തുവിട്ട് കോൺഗ്രസ്. കൊല്ലത്ത് കാറിടിച്ച് കായിക താരങ്ങൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം. അപകടമുണ്ടാക്കിയത് UDFന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയ കാർ ബിന്ദു കൃഷ്ണയുടെ മകന്റെ പേരിലുള്ളത്. വാഹനത്തിലുണ്ടായിരുന്നത് KSU കാർ ഓടിച്ചത് മകന്റെ സുഹൃത്തും CPM നേതാവിന്റെ മകനുമായ യുവാവെന്ന് ബിന്ദു കൃഷ്ണ. പരിക്കേറ്റ 2 പെൺകുട്ടികളിൽ ഒരാൾ വെന്റിലേറ്ററിൽ. തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം ആളിക്കത്തി ഡാം വിവാദം. പ്രളയത്തിന് മുന്നോടിയായി തോട്ടപ്പള്ളിയിൽ നിന്ന് വേഗത്തിൽ മണൽ നീക്കാനുള്ള ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവിട്ട് മാത്യു കുഴൽനാടൻ. എല്ലാ സമയവും മണലായിരുന്നു സർക്കാരിന് പ്രധാനമെന്നും കുഴൽനാടൻ. കോൺഗ്രസിന്റേത് നനഞ്ഞ പടക്കമെന്നും മാത്യു ടി തോമസ്. വോട്ട് ചെയ്യാൻ ജാമ്യം വേണമെന്ന രഞ്ജിത്തിന്റെ ആവശ്യം തള്ളി കോടതി. ജയിലിലുള്ളയാൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. രഞ്ജിത്ത് ജയിലിൽ തുടരും. ജാമ്യാപേക്ഷയിൽ മറ്റന്നാൾ ഉത്തരവുണ്ടാകും. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ സുപ്രധാന ചോദ്യവുമായി ജസ്റ്റിസ് BV നാഗരത്ന. വിശ്വാസികളല്ലാത്തവരുടെ ഹർജി എന്തിന് പരിഗണിച്ചു? യുവതീ പ്രവേശനത്തിനുള്ള പൊതു താൽപര്യ ഹർജി കോടതി സ്വീകരിക്കാനേ പാടില്ലായിരുന്നുവെന്നും പരാമർശം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് US-ഉം ഇറാനും. നടപടി ഹോർമുസ് കടലിടുക്ക് തുറക്കാമെന്ന് ഇറാൻ ഉറപ്പു നൽകിയതോടെ US വിജയിച്ചെന്ന് ട്രംപ്. തങ്ങളുടെ വിരലുകൾ കാഞ്ചിയിൽ തന്നെയുണ്ടെന്ന് മുജ്തബ ഖമനേയുടെ മുന്നറിയിപ്പ്. ചാന്ദ്രദൌത്യം പൂർത്തിയാക്കി ബഹിരാകാശ യാത്രികരുടെ സംഘം ഭൂമിയിലേക്ക്. ഏപ്രിൽ 11 പുലർച്ചെയോടെ പേടകം തിരിച്ചെത്തും. മടക്കയാത്ര സുഗമമെന്ന് നാസ. ബഹിരാകാശത്ത് നിന്നുള്ള വിസ്മയ ചിത്രങ്ങൾ പകർത്തി ദൌത്യ സംഘം.